ഒരു IPS ഓഫീസറാണ്. അങ്ങനെ അദ്ദേഹം പറയുന്ന ഈ അന്ധവിശ്വാസങ്ങളെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇങ്ങനെയുള്ള IPS ഓഫീസർമാരുടെ കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടാവുന്നത്. ചാനലിൽ ഇരുന്ന് ആധികാരികമായിട്ടാണ് ശ്രീകണ്ഠൻ നായരോട് പറയുന്നത്. ആധികാരികമായിട്ട് നമ്മൾ പറയുന്നത് അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവർ ഈ പ്രേതത്തെ കണ്ടു, പ്രേതമായിട്ട് സംസാരിച്ചു, പ്രേതത്തെ 5 പ്രേതത്തെ ആവാഹിച്ചു, ഇങ്ങനെ ഇതൊക്കെ ഒരു ചാനലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ലക്ഷോപിലക്ഷം ആളുകൾ കാണുക. ഇപ്പോൾ സുകുമാർ അഴീക്കോട് മോഹൻലാലിനെ വിമർശിച്ചത് എന്തുകൊണ്ടായിരുന്നു? ജനങ്ങൾ വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ അതിനെ അപ്പോൾ ഈ അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവർ വിടുവായുത്തം പോലെ പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെയുള്ളവർക്കാണല്ലോ ചികിത്സ വേണമെന്ന് പറയുന്നത്. അവർ നോർമലല്ല, അവർ കാര്യങ്ങളെ കാണുന്നത് നോർമലായിട്ടല്ല. മന്ത്രിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം എന്നുള്ളത് ആത്മീയ ആചാര്യനായിട്ടുള്ള ശ്രീ സന്ദീപ് ആനന്ദഗിരി അദ്ദേഹമാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. ഒരുപാട് ആത്മീയ സംശയങ്ങളൊക്കെയാണ് നമ്മുടെ ചുറ്റും ഇങ്ങനെ വിഹരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കുറേയൊക്കെ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ വിശ്വാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് പേടിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രേതം, പിശാശ്, ഭൂതം, ഇതിനെയൊക്കെ മാറ്റി അതിൻ്റെ അപ്പുറത്തേക്കും ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ വിശ്വാസങ്ങളിലേക്ക്, അന്ധവിശ്വാസം മറികടന്ന് വിശ്വാസങ്ങളിലേക്ക് എത്തിയ ഒരു കാലഘട്ടമായിട്ട് ഇതിനെ തോന്നുന്നുണ്ടോ? ആതിര പറഞ്ഞത് അല്ലെങ്കിൽ ചോദിച്ചത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആതിരയുടെയൊക്കെ പ്രായത്തിൽ നമ്മുടെ ഒരു യുവാവായിരിക്കുന്ന സമയം അല്ലെങ്കിൽ കുട്ടിക്കാലം എന്ന് പറയുന്നിടത്ത് ഈ ഭൂതം, പ്രേതം, പിശാച് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഇതൊക്കെ കൂടുതലും ഈ ജ്യോത്സ്യന്മാരും ഇങ്ങനെയൊക്കെയുള്ള പിന്നെ വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അതിനൊന്നും അത്ര വലിയ ഒരു എന്താ പറയുക, സമൂഹത്തിൽ അത്ര വലിയ സ്ഥാനമൊന്നുമില്ലായിരുന്നു. അതിന് നമ്മളൊക്കെ ഒരു ക്ഷേത്രത്തിനടുത്താണ് വീട്, അതേസമയം ഒരു ശ്മശാനത്തിനടുത്താണ്. അപ്പോൾ ശ്മശാനത്തിൻ്റെ മുന്നിൽ കൂടെയാണ് വരുന്നതും പോകുന്നതൊക്കെ രാത്രിയൊക്കെ ആയാലും. അപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിരുടെ ഈ ചോദ്യത്തെ ഈ വർത്തമാനകാലത്തിൽ എടുക്കുമ്പോൾ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സമൂഹം വളരെ പുരോഗതിയൊക്കെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് IPS ലെവലിലുള്ള ആളുകൾ, നമ്മൾ പറയുന്നത് അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവർ ഈ പ്രേതത്തെ കണ്ടു, പ്രേതമായിട്ട് സംസാരിച്ചു, പ്രേതത്തെ 5 പ്രേതത്തെ ആവാഹിച്ചു, ഇങ്ങനെ ഇതൊക്കെ ഒരു ചാനലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ലക്ഷോപിലക്ഷം ആളുകൾ കാണുകയാണ്. ഒരു IPS ഓഫീസറാണ്. അങ്ങനെ അദ്ദേഹം പറയുന്ന ഈ അന്ധവിശ്വാസങ്ങളെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇങ്ങനെയുള്ള IPS ഓഫീസർമാരുടെ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും, അദ്ദേഹമൊക്കെ ആരാണ്? അപ്പോൾ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറയുക, ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, ഇവരൊക്കെ കണ്ടു നിൽക്കുകയാണ് ഈ പ്രേതത്തിന്, ഇങ്ങനെ ഫീമെയിൽ പ്രേതം, മെയിൽ പ്രേതം, കുട്ടി പ്രേതത്തിനെയൊക്കെ ആവാഹിച്ച് ഇന്ന് ഏതോ നമ്പൂരി അങ്ങനെ കൊണ്ട്. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് പറയുന്നത്? സ്വാമിക്ക് അത് കേട്ടിട്ട് എന്താ തോന്നിയത്? നമുക്ക് അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് പറയുന്നത്? ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ, ക്യാമറയിലൊന്നും പിടിക്കാൻ പറ്റില്ല അത്ര പ്രേതത്തെ. നമ്മളാരും കേൾക്കാത്ത കാര്യങ്ങളെ ഇദ്ദേഹം ഇങ്ങനെ പല മണ്ടത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല മണ്ടത്തരങ്ങളും. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യം എങ്ങനെയാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊന്നും അറിയില്ല, പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ ജയിലർമാരെ എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കൊരു തൊഴിലിൻ്റെ സംഗതികൾ. അതേ സമയത്ത് ഏതോ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ദേവിയോ ദേവനോ പോലീസ് ഇൻവെസ്റ്റിഗേഷനെ സഹായിച്ചു
ഒക്കെ പറയുന്ന വിധത്തിലുള്ള അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം ഐഡിയലായിട്ട് അംഗീകരിപ്പിക്കുന്ന ഒരു അതെ വെൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, സ്വാമിജി IPS ഓഫീസർ പറയുമ്പോൾ നമ്മൾ എന്തിന് അവിശ്വസിക്കണമെന്ന്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഇവരിരുന്ന കസേര, ഇവർ പഠിച്ചത്, ഇവരെ പഠിപ്പിച്ചവരെക്കുറിച്ച് ഇവരെ പഠിപ്പിച്ച അധ്യാപകന്മാർ ഇത് കേൾക്കുമ്പോൾ തലയിൽ കൈവയ്ക്കില്ലേ? എടാ നിന്നെ ഞാൻ ഇങ്ങനെയാണോ പഠിപ്പിച്ചതെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇവർ സയൻസിനെ വെല്ലുവിളിക്കുകയല്ലേ? സയൻസിനെ ഒപ്പം ചേർത്ത് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് കുറേ വശങ്ങളും അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡീസും എടുത്തു വെച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില അനുഭവങ്ങളായിട്ടാണ് ഇപ്പോൾ എല്ലാവരും വിശ്വാസത്തിൽ എടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് അത് മറ്റുള്ളവർ കണ്ട് എനിക്ക് സപ്പോർട്ട് വേണം എന്ന് വിചാരിച്ച് പങ്കുവെക്കുന്നതിൽ ആയിരിക്കും ഈ മാർക്കറ്റിംഗ് രീതികൾ കാണുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ സംബന്ധിച്ച് ഓൾറെഡി അവരുടെ കാലഘട്ടം കഴിഞ്ഞു. ഇനി അവർക്ക് ഒരാളിൽ നിന്നും ശ്രദ്ധ വേണ്ടി വരും. ഒന്നും ആവശ്യപ്പെടാനില്ല. കാരണം എല്ലാം ഇപ്പോൾ പ്രൊഫഷനാണെങ്കിലും ശരി, ജീവിതമാണെങ്കിലും ശരി, നേടാനുള്ളതിൻ്റെ അത്രയും നേടി പിന്നീട് അവരുടെ ജീവിത കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ ചിന്തിച്ചൂടെ? അല്ല, ഈ നമ്മളെന്താണെന്നറിയോ, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തതനു വർത്തതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മുന്നിൽ അവർ ശ്രേഷ്ഠന്മാരാണ്, അവർക്ക് മാതൃകാ പുരുഷന്മാരാണ്, മാതൃകയായിട്ട് അവരെ സ്വീകരിക്കുന്നവരാണ്. ഒരു അധ്യാപകൻ, സ്കൂളിലെ അധ്യാപകൻ, ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് അദ്ദേഹം ഒരു മോഡലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ യദ്യത് ആചരതി ശ്രേഷ്ഠ, അവരെന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവർ അനുകരിക്കും എന്നാണ്. ഇപ്പോൾ സുകുമാർ അഴീക്കോട് മോഹൻലാലിനെ വിമർശിച്ചത് എന്തുകൊണ്ടായിരുന്നു? വളരെ വളരെ ജെന്യൂനായിട്ടുള്ളൊരു വിമർശനമാണ്. അഴീക്കോട് മാഷ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങ് കേരളത്തിൻ്റെ വലിയൊരു സംസ്കാരവും ഭാഷയും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ജനങ്ങൾ അങ്ങേക്ക് വലിയൊരു പദവി തന്നിട്ടുണ്ട്, വലിയൊരു പദവി. അപ്പോൾ അങ്ങ് അഭിനയിക്കുന്ന പരസ്യങ്ങൾ അത് ജനങ്ങൾ വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ അതിനെ ഐഡിയലായിട്ട് സ്വീകരിക്കും, അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ, നിങ്ങൾക്ക് വേറെയൊരു ജീവിതം കൂടെ ഉണ്ട്, നിങ്ങളെ നോക്കി കാണുന്നവരുമുണ്ട്. അപ്പോൾ ഈ അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ളവർ വിടുവായുത്തം പോലെ പറഞ്ഞാൽ ശരിയാവില്ല. അത് ചാനലിലിരുന്ന് ആധികാരികമായിട്ടാണ് ശ്രീകണ്ഠൻ നായരോട് പറയണത്, ആധികാരികമായിട്ട്. അപ്പോൾ അത് വലിയ അബദ്ധമാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ കല്യാണ തലേന്ന് വീട്ടിലിരുന്ന് വെള്ളടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തമാശയിൽ ഇങ്ങനത്തെ ഓരോ തള്ളി എന്നൊക്കെ പറയുന്നത് വേറെ. ആധികാരികമായിട്ട് പറഞ്ഞ ആളുകളിൽ ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കിപ്പിക്കുക. സ്വാമി, അത് അവർക്ക് യഥാർത്ഥ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും അവരുടെ അങ്ങനെയുള്ളവർക്കാണല്ലോ ചികിത്സ വേണമെന്ന് പറയുന്നത്. അവർ നോർമലല്ല, അവർ കാര്യങ്ങളെ കാണുന്നത് നോർമലായിട്ടല്ല. ഞാൻ പ്രേതാണെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ കാല് നിലംതൊടുന്നില്ല എന്ന്. ഈ പ്രേതങ്ങളുടെ കാല് നിലംതൊടുന്നില്ല എന്നൊക്കെയുള്ളത് നമ്മുടെ യക്ഷി കഥകളിൽ വായിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ പോലുള്ളവർക്ക് ഉള്ളതാണ് നമ്മുടെ സൈക്കാട്രിയും സൈക്കോളജിയും ഒക്കെ. അവരുടെ മുന്നിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരിത് ചെയ്യും, നന്നായിട്ട് കൗൺസിൽ ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. കാരണം നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് വായിക്കുന്ന നമ്മുടെ പുസ്തകങ്ങൾ പോലും ഈ ക്യാമറ ഒപ്പിയെടുക്കുന്നത് പോലെ ഉപബോധ മനസ്സിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൗൺസിലർ നന്നായി ബോധിപ്പിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു മൂവി കണ്ടിട്ടുണ്ടോ? കാണേണ്ട ഒരു സിനിമ, ഇംഗ്ലീഷിൽ ഓസ്കാർ കിട്ടിയിട്ടുള്ള മൂവിയാണ്. അത് ഇതേപോലെ അതിന് സമാനമായ ഒരുപാട് മൂവികളുണ്ട്. ചിലർക്ക് തോന്നുകയാണ് അങ്ങനെ. ഇപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഭാര്യയായിട്ട് സംസാരിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. കൃഷ്ണയ്യരെ സംബന്ധിച്ച് അത് സത്യമായിരിക്കും. അതുകൊണ്ട് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനസ്സിൻ്റെ തലമാണ്, ഒരു വിഭ്രാന്തിയുടെ തലമാണ്. മനസ്സിൻ്റെ അങ്ങനെ ഒരു തലമുണ്ട്, വിഭ്രാന്തി എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അപ്പോൾ ആ വിഭ്രാന്തിയാണ് അലക്സാണ്ടർ ജേക്കബിന്. അത് സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് അപകടമാണ്.